ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിനോടൊപ്പം തന്നെ ഇന്ന് എക്സിറ്റ് പോളുകളും വന്നിട്ടുണ്ട്. എക്സിറ്റ് പോളിന്റെ വിവരങ്ങളുമായി വിഷ്ണു തലവൂറാണ് ചേരുന്നത്. വിഷ്ണു, ബി.ജെ.പിയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച തരത്തിലാണ് എക്സിറ്റ് പോളുകൾ പലതും ക്രമീകരിച്ചിട്ടുള്ളത്, ഫ്രെയിം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാം. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബി.ജെ.പിക്ക് ഭരണ തുടർച്ച പറയുന്നു. പക്ഷേ എക്സിറ്റ് പോളുകൾ വിചാരിച്ച തരത്തിൽ ശരിയാകാത്ത ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും എങ്ങനെയാണ് ഇന്നത്തെ എക്സിറ്റ് പോളിന്റെ ഒരു പൊതുചിത്രം? അസുഖ തീർച്ചയായിട്ടും പുറത്തു വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ബി.ജെ.പിക്ക് എൻ.ഡി.എ അല്ലെങ്കിൽ എൻ.ഡി.എക്ക് ഒരു തുടർച്ചയായിട്ടുള്ള മൂന്നാം ഭരണം പ്രവചിക്കുന്നതാണ്. റിപ്പബ്ലിക് പി-മാർക്ക് സർവേ എൻ.ഡി.എക്ക് 359 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് 154 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ ന്യൂസിൻ്റെ സർവേ എൻ.ഡി.എക്ക് 371 സീറ്റുകളും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് 125 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. റിപ്പബ്ലിക് ഭാരത് മെട്രിക് സർവേ എൻ.ഡി.എക്ക് 353 മുതൽ 368 സീറ്റ് വരെയും ഇന്ത്യ മുന്നണിക്ക് 118 മുതൽ 133 സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത്. ഇത്തരത്തിൽ ഇതുവരെ പുറത്തു വന്ന TV5, തെലുങ്കു, ജൻ കി ബാത്ത്, ദൈനിക് ഭാസ്കർ, ന്യൂസ് നേഷൻ ഈ സർവേകളെല്ലാം തന്നെ ബി.ജെ.പിക്ക് ഒരു തുടർഭരണം പ്രവചിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ DMK അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വലിയ മുൻതൂക്കമുണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളൊക്കെ തന്നെ പ്രവചിക്കുന്നത്. അതേസമയം ബീഹാറിൽ NDA സഖ്യത്തിന് മുൻതൂക്കമുണ്ടാകുമെന്നുള്ള പ്രവചനമാണ് വരുന്നത്. ബീഹാറിൽ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത് NDA 29 മുതൽ 33 സീറ്റ് വരെയും, ജൻ കി ബാത്ത് പ്രവചിക്കുന്നത് NDA 32 മുതൽ 37 സീറ്റ് വരെയും നേടുമെന്നുള്ള പ്രവചനമാണ് ബീഹാറിനെ സംബന്ധിച്ച് വരുന്നത്. ഒഡീഷയിലായാലും BJPക്ക് മുൻതൂക്കം പ്രവചിക്കുന്നു. പഞ്ചാബിൽ BJPക്ക് 3 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ള പ്രവചനമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഗുജറാത്തിൽ 26 സീറ്റുകളുണ്ട്. ആ 26 സീറ്റുകളും BJPക്ക് ലഭിക്കുമെന്നതാണ് ഭൂരിഭാഗം സർവേകളും ചൂണ്ടിക്കാട്ടുന്നത്. കർണാടകയിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ കൈവിടുന്നു എന്നുള്ള പ്രവചനങ്ങൾ പുറത്തു വരുന്നു. ഇതുവരെ പുറത്തു വന്ന സി വോട്ടർ, ഇന്ത്യ ന്യൂസ്, ആക്സിസ് മൈ ഇന്ത്യ, ജൻ കി ബാത്ത് സർവേകളെല്ലാം തന്നെ NDA സഖ്യത്തിന് 21 മുതൽ 25 സീറ്റുകൾ വരെയാണ് കർണാടകയിൽ പ്രവചിക്കുന്നത്. കർണാടകയിൽ ഒരു ഭരണമാറ്റമൊക്കെ ഉണ്ടായെങ്കിൽ പോലും NDA സഖ്യത്തിന് മുൻതൂക്കം ലഭിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ. ഉത്തർപ്രദേശിലും BJPക്ക് വലിയ മുൻതൂക്കം ഉണ്ടാകുന്നു എന്നുള്ള സർവേ ഫലങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലുള്ളത്. BJPക്ക് ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ NDAക്ക് ഉത്തർപ്രദേശിൽ 67 മുതൽ 74 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലുൾപ്പെടെ BJP ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള പ്രവചനം തന്നെയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് ഡൽഹിയെ സംബന്ധിച്ചാണ്. ഡൽഹിയിൽ ഇത്തവണ BJP മുൻതൂക്കം ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ ജയിലിൽ നിന്ന് പുറത്തു വന്ന് വലിയ തോതിലുള്ള പ്രചരണമൊക്കെ തന്നെ നടത്തിയെങ്കിലും അത് ഒരു വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നതാണ് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ ദില്ലിയിലെ 7 സീറ്റുകളും BJP നേടിയതാണ്. ഇത്തവണയും അതിന് കഴിഞ്ഞ 2019 സമാനമായി തന്നെ BJP 5 മുതൽ 7 സീറ്റുകൾ വരെ നേടുമെന്നതാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തെ സംബന്ധിച്ചുള്ള സർവേ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ UDFന് 2019 സമാനമായിട്ടുള്ള മുൻതൂക്കമാണ് സർവേകൾ പ്രവചിക്കുന്നത്. സി വോട്ടർ സർവേ കേരളത്തിൽ UDFന് 17 മുതൽ 19 സീറ്റുകൾ വരെ നൽകുന്നുണ്ട്. NDAക്ക് അല്ലെങ്കിൽ BJPക്ക് 1 മുതൽ 3 സീറ്റ് വരെയാണ് സി വോട്ടർ നൽകുന്നത്. ഇടതുപക്ഷത്തിന് സീറ്റുകൾ ലഭിക്കില്ല എന്നതാണ് സി വോട്ടർ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നത് UDF കേരളത്തിൽ 17 മുതൽ 18 സീറ്റ് വരെയും, LDF 1 സീറ്റും, NDA സഖ്യം 2 മുതൽ 3 സീറ്റ് വരെ നേടും എന്നുള്ള പ്രവചനം പുറത്തു വരുന്നുണ്ട്. ടൈംസ് നൗ ETG സർവേ UDFന് 14 മുതൽ 15 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. LDFന് 4 സീറ്റും BJPക്ക് 1 സീറ്റുമാണ് ടൈംസ് നൗ പ്രവചിക്കുന്നത്. ഇന്ത്യ TV CNX സർവേ പ്രവചനം UDFന് 13 മുതൽ 15 സീറ്റ് വരെയും, LDFന് 3 മുതൽ 5 സീറ്റ് വരെയും, NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെയും ഇത്തരത്തിലൊരു പ്രവചനം തന്നെയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പുറത്തു വരുന്നത്. പക്ഷേ നമ്മൾ ഇത്തരത്തിൽ വലിയ തോതിൽ പ്രവചനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിലും BJPയെ സംബന്ധിച്ച് തുടക്കം മുതൽ 400 സീറ്റ് കടക്കുമെന്നുള്ള ഒരു കാര്യമായിരുന്നു BJP പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു സർവേയിലും BJPക്ക് 400-ലധികം സീറ്റുകൾ നൽകുന്നില്ല എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ
പറയേണ്ട മറ്റൊരു കാര്യം, പല ഘട്ടങ്ങളിലും ഈ പ്രവചനങ്ങൾ തെറ്റായി വരുന്ന സാഹചര്യമുണ്ട്. കാരണം ഇന്ന് ഇന്ത്യ മുന്നണി യോഗം ചേർന്നതിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് 295-ലധികം സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ഇന്ത്യ മുന്നണി എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പ്രവചനങ്ങൾ, അതായത് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ തെറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് 2004 ഒരു സാഹചര്യം നോക്കിയാലും നമുക്ക് മനസ്സിലാകും. കാരണം 2004 ഇതുപോലെ തന്നെ NDA അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുമെന്നായിരുന്നു സർവേ ഫലങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ആ സർവേ ഫലങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തെറ്റായി വരുന്ന സാഹചര്യം 2004 നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും, അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നത്. അസിത. ശരി, വിഷ്ണു തലവൂറാണ് സമഗ്രമായ വിവരങ്ങൾ എക്സിറ്റ് പോളുമായി പങ്കുവച്ചത്. BJPക്ക് അധികാര തുടർച്ച ഉണ്ടാകും എന്ന് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുകയാണ്.